ഇന്ന് രാവിലെ ഞങ്ങളൊരു ക്ഷേത്ര ദർശനം നടത്തി. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ ചോദിച്ചു, അവിടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു ചെറിയ പ്രതിമയുണ്ട്, അത് ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഗരുഡനാണ്. അപ്പോൾ ആൾ ചോദിച്ചു, ഇത് ഗരുഡൻ എന്ന് പറക്കുന്ന ആളല്ലേ, അത് എങ്ങനെയാണ് മനുഷ്യരൂപത്തിരിക്കുന്നത് ചോദിച്ചു. അപ്പോൾ വർഷങ്ങളായിട്ട് പറക്കാൻ ആഗ്രഹിച്ചിരുന്ന വിഭാഗക്കാരാണ് മനുഷ്യർ. അപ്പോൾ മനുഷ്യൻ പറക്കുന്നുണ്ട്, പക്ഷേ അത് യഥാർത്ഥത്തിൽ ഈ ചിറകുകൾ വെച്ചല്ല, മറ്റു രീതികളിലാണ്. ഒരുപാട് വിദ്യകൾ അതിനുണ്ട്. എന്നാൽ പലപ്പോഴും ഹയർ ബീയിങ്സിനോടൊപ്പം തന്നെ ചിറകുകൾ നമ്മൾ കാണുന്നു. പക്ഷേ ചിറകുകൾ വെച്ച രൂപം എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിൽ വരുന്നത് ഏഞ്ചൽസിനെയാണ്, അല്ലെങ്കിൽ മാലാഖമാരെയാണ്. അപ്പോൾ മാലാഖമാരെ സാധാരണയായിട്ട് നമ്മൾ ചില മതവിഭാഗങ്ങളുടെ വേലിക്കെട്ടുകളിൽ വെച്ച് മാറ്റി നിർത്തുകയാണ് ചെയ്തത്. പക്ഷേ എങ്ങനെയാണ്, അല്ലെങ്കിൽ എപ്രകാരത്തിലാണ് ഏഞ്ചൽസ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭോദർക്കമായിട്ടുള്ള വാർത്തകളുമായിട്ട് വരുന്നത് എന്നുള്ളത് വളരെ രസകരമായ, എന്നാൽ യഥാർത്ഥത്തിൽ വളരെയേറെ പ്രയോജനമുള്ള ഒരു ചിന്താവിഷയം തന്നെയാണ്. അപ്പോൾ ഏഞ്ചൽ ഹീലിങ്ങിൽ വളരെ എക്സ്പോണൻ്റ് ആയിട്ടുള്ള ശ്രീ ബിനിൽ ഗൗഡ് ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമഃ ശിവായ. അദ്ദേഹത്തെ ഏറ്റവും ആദരവോടുകൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. നമസ്തേ. താങ്ക് യു. അപ്പോൾ എപ്പോഴും നമ്മൾ പറയുന്ന പോലെ എപ്പോഴും നമുക്ക് ഒരു കൗതുകം ഉണ്ടാക്കുന്ന ഒരു ചിത്രീകരണമാണ് ഈ മാലാഖമാരെ കുറിച്ച് നമ്മൾ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് അങ്ങയുടെ ഈ മാലാഖമാരിലേക്കുള്ള യാത്രയും അവരുടെ ഈ ഹീലിംഗ്, അവരെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഹീലിംഗ് ടെക്നിക്സും എങ്ങനെയാണ്? ശരിക്ക് മാലാഖമാർ എന്ന് പറയുന്നത് എല്ലാ മതവിഭാഗത്തിലും ഇതുണ്ട്. ഇപ്പോൾ ഹിന്ദു മെത്തോളജി പ്രകാരമെങ്കിൽ ദേവദൂത് എന്ന് പറഞ്ഞിട്ട് അത് മുന്നേ ഉണ്ട്. പിന്നെ ബൈബിളിൽ ഓൾറെഡി ഉണ്ട്. മുസ്ലിം ഇതിൽ മലക്കുകൾ എന്ന് പേര് മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ചില ഇതിൽ ഞാൻ കണ്ട് ചില ആൾക്കാർ പറഞ്ഞ് ഇത് ഈ മതത്തിൽ മാത്രമേ ഉള്ളൂ, വേറെ എവിടെ ഇത് കാണാനില്ല. അങ്ങനെയൊന്നുമില്ല. ഏഞ്ചൽസ് എല്ലാ വിഭാഗങ്ങളിലും, ഈ മതങ്ങൾ ഉണ്ടാവുന്നതിന് മുന്നേ ഏഞ്ചൽസ് ഇവിടെ ഓൾറെഡി ഉണ്ട്. അവർക്കെല്ലാം അവരുടേതായ ഡ്യൂട്ടി അവർ ചെയ്തു വരുന്നുണ്ട്. അപ്പം നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആ എനർജിയെ, ഇതൊരു എനർജി ഫോമാണ്, അവർക്ക് പ്രത്യേക രൂപമോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു ഫോം എനർജിയുടെ. ചിലപ്പോൾ അത് നമ്മളെ മനസ്സിന് അനുസരിച്ച് പല രൂപത്തിൽ നമുക്ക് കാണാം. നമ്മളിപ്പം അതൊരു ചിറകിലെ രൂപമാണെങ്കിൽ ചിറകിലെ രൂപം കാണാം, അതിലൊരു വൈറ്റ് ലൈറ്റ് ആണെങ്കിൽ വൈറ്റ് ലൈറ്റ് ആയിട്ട് കാണാം. ശരിക്കും ഈ ഏഞ്ചൽ എന്ന് പറയുന്നത് ലവ് ആൻഡ് ലൈറ്റ് ഓൺലി ആണ്. ലൈറ്റ്, പ്രകാശം, സ്നേഹം, ഈ രണ്ട് കാര്യമാണ് ഏഞ്ചലിൽ. ആ ഏഞ്ചലിൻ്റെ ഇതങ്ങനെയാണ്. അപ്പോൾ ആ ഒരു വികാരം മാത്രമേ ഇല്ലൂ, ലവ് എന്നൊരു വികാരം മാത്രമേ അവർക്കില്ലൂ. അൺകണ്ടീഷൻ ലവ് അല്ലെങ്കിൽ കരുണ. അപ്പോൾ നിങ്ങൾ എത്രത്തോളം കരുണ നിങ്ങളുടെ ഉള്ളിൽ, അൺകണ്ടീഷൻ ലവ്, കരുണ ഉണ്ടോ, അവർ ഒന്നും ചെയ്യാണ്ട് തന്നെ അവർ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവും. ചില ആൾക്കാർ നമ്മൾ ഓറയെല്ലാം ശ്രദ്ധിക്കുന്ന സമയത്ത് അവരിൽ ഓട്ടോമാറ്റിക് അവരൊന്നും ചെയ്യുന്നുണ്ടാവില്ല, എന്നിരുന്നാലും അവരുടെ ഓറയിൽ 2-3 ഏഞ്ചൽസ് ഉണ്ടാവും. ചില ഏതൊരു ഇതിൽ ബുക്കിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, ചില ആൾ ജനിക്കുമ്പോൾ തന്നെ അവരെ കൂടെ എങ്ങനെയായാലും ഗാർഡിയൻ ഏഞ്ചൽസ് ഉണ്ടാവും. അതല്ലാതെ തന്നെ ഏഞ്ചൽസ് ജനിക്കുന്ന സമയത്ത് ഉണ്ടാവും, ഒരു 5-10 ഏഞ്ചൽസ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാർ കാണുകയും ചെയ്യും, നമുക്ക് ഈ ഇത് ഓറ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഏഞ്ചൽസ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഇതാണ്. അപ്പം അതിനെ ചില ആൾ മാനിപ്പുലേറ്റ് ചെയ്ത് പല രീതിയിലും നമ്മളെ ഭയപ്പെടുത്തി അവരവരെ കാര്യങ്ങൾക്കായിരിക്കും. എനിവേ അതവരെ ഒരിത്. അപ്പോൾ ഇതിനങ്ങനെ ഭയപ്പെടേണ്ട കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ പ്രാർത്ഥിക്കലല്ല ശരിക്ക്, ഇവരെ നമ്മുടെ ഹെൽപ്പിന് വേണ്ടി കോൾ ചെയ്യലാണ്. ശരിക്ക് ഇവർ പറയുന്നത് ഇവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല, അങ്ങനെ കുറച്ച് ഇതെല്ലാം കേൾക്കുന്നുണ്ട്. ഇവരോട് പ്രാർത്ഥിക്കല്ലേന്ന്, നമ്മൾ ജസ്റ്റ് അവരോട് റിക്വസ്റ്റ് ചെയ്യുന്നു, എനിക്ക് ഇങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്തു തന്നാലും. ശരിക്കും ഇവർ ദൈവത്തിനും ഞങ്ങളുടെ ഇടയിലില്ല ഒരു ദൈവദൂതരാണ്. അപ്പോൾ അവരെ പ്രാർത്ഥിക്കുന്നുണ്ട്, അവരോട് ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്, ഒരു തെറ്റുമില്ല. അപ്പം നമുക്ക് ഓരോ അനുഭവങ്ങൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇതിൽ ഇപ്പം നമ്മൾ അധികം കേൾക്കുന്നത് ആർക്കേഞ്ചൽസ് എന്ന് പറഞ്ഞിട്ടാണ്. അത് കുറച്ച് ഹയർ ആയിട്ടുള്ള എനർജീസ് ആണ്, സൂപ്പർ നാച്ചുറൽ ബീയിങ്സ് എന്ന് പറയും. നമ്മൾ ഈ സ്പിരിച്വാലിറ്റി പറയുന്നത് സൂപ്പർ നാച്ചുറൽ ബീയിങ്സ് ആണ്, ഹൈലി പവർഫുള്ളാണ്. അപ്പോൾ ഇത് പോസിറ്റീവ് ആണെങ്കിൽ കൂടി നമ്മുടെ ഓറയിലോ നമ്മുടെ ബോഡിയിലോ വന്നാൽ നമുക്ക്
താങ്ങാനുള്ളൊരു ശേഷി കുറവുണ്ടാവും. കാരണം നമ്മൾ മനുഷ്യരായിട്ടില്ല ആ ഒരു എനർജി ബേസിൽ നമുക്ക് സാധാരണ ആൾക്കാരുടെ ഓറയിലോ ബോഡിയിലോ ഡയറക്റ്റായിട്ട് ഇവർ ടച്ച് ചെയ്താൽ നമുക്കൊരു ക്ഷീണോ അല്ലെങ്കിൽ അസ്വസ്ഥതയോ ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും ഇവരൊരു ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് മനുഷ്യരായിട്ട് ഡീൽ ചെയ്യുക. അപ്പോൾ നമ്മൾ ആ നമ്മുടെ അടുത്ത ഓറയിലോ ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ പ്രെയർ ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നിന്നൊരു എനർജി ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യും. ഈ എനർജി ഫ്രീക്വൻസിയാണ് ഇവർ ക്യാച്ച് ചെയ്യുക. നമ്മൾ പറയുന്നതൊന്നും അല്ല, ശരിക്കും നമ്മളെ എനർജി ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യുമ്പോൾ അത് ഇവരെ ക്യാച്ച് ചെയ്തിട്ട് അവർ നമുക്ക് അതിനുള്ളൊരു ഇത് തരും. ഇത് ക്യാച്ച് ചെയ്താലും ആ എനർജി നമ്മുടെ ഉള്ളിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ നാഡികളിലോ അല്ലെങ്കിൽ ചക്രകളിലോ ഉണ്ടായിരിക്കുന്ന ബ്ലോക്കോ ഉണ്ടായിരിക്കും നമുക്ക് ആ റിലേഷൻഷിപ്പ് പ്രോബ്ലമോ അല്ലെങ്കിൽ മണി പ്രോബ്ലമോ എന്തെങ്കിലും ഉണ്ടാവുന്നത്. ഇവർ ആ ബ്ലെസ്സിങ്സ് കൊണ്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നിന്ന് ആ എനർജി ട്രാൻസ്ഫോം ആവും. അപ്പോൾ എന്തോ നമ്മുടെ ബ്ലോക്കേജ് മാറും. അപ്പോൾ നമ്മുടെ കാര്യം നടക്കും. അല്ലാതെ ഇത് ആകാശത്തിലോ അല്ലെങ്കിൽ പുറത്തൊന്നും നടക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എല്ലാം നടക്കുന്നത്. ഇവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും ആ ഒരു എനർജി വർക്കിന് വേണ്ടിയിട്ട്. ശ്രീ എം കെ രാമചന്ദ്രൻ സാറിൻ്റെ പുസ്തകത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ആകാശത്തോടെ ഇങ്ങനെ പോകുന്ന വൈമാനികർക്ക് ചിലപ്പോൾ എന്തെങ്കിലും പ്രത്യേക കാരണങ്ങൾ കൊണ്ട് അവർക്ക് വഴി തെറ്റിപ്പോകാറുണ്ട്. അല്ലെങ്കിൽ അവർക്ക് ശരിയുള്ള ദിശാബോധം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ചിലപ്പോൾ അവരുടെ ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. ആ സമയത്ത് ഇതുപോലെയുള്ള ഗഗനചാരികളായ രൂപങ്ങൾ വന്നിട്ട് അവർക്ക് വഴി കാണിച്ചു കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് വ്യക്തമായിട്ടുള്ള നറേഷൻ അത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ഡെക്കോട്ട എന്ന് പറഞ്ഞൊരു വിമാനം, അതിതുപോലെ അതിനെയും അത് വന്നിട്ട് ഇങ്ങനെ രക്ഷിച്ചൊരു കഥയുണ്ട്. ഒരു ഡെക്കോട്ട വിമാനം ഇങ്ങനെ പോകുമ്പോൾ അതിനും ഇതുപോലെ ഫ്യൂല് തീരാറായി, പക്ഷേ തിരിച്ചിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ മറ്റൊരു സ്ഥലത്തു നിന്ന് വന്നൊരു ബ്ലാക്ക് കളറിലുള്ളൊരു സെയിം ആയിട്ടുള്ളൊരു സാധനം വന്നിട്ട് ഇയാളെ വഴി കാണിച്ച് തിരിച്ച് കൊണ്ടുപോയി അവിടെ ഇറക്കിയിട്ട് പോകുന്നു. പക്ഷേ അവിടെ എത്തിയുണ്ടെങ്കിൽ വളരെ അത്ഭുതത്തോടെ ഇറങ്ങി ചോദിക്കും ആരായിരുന്നു അത് വന്നപ്പം. അവർ നോക്കുമ്പോൾ റഡാറിൽ അങ്ങനെ രൂപമേ വന്നിട്ടില്ല എന്ന് പറയും. അത് 10th അങ്ങോട്ട് പഠിക്കാനുമുണ്ട്, സ്കൂളിലെ കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ളൊരു ഇതായിട്ടാണ്. അത് കുറച്ചൊരു മിസ്റ്റീരിയസ് ഒരു സംഗതിയായിട്ട് പറയുന്നെങ്കിലും അപ്പോൾ ഇങ്ങനെയുള്ള ഗഗനചാരികളായ ഒരുപാട് അദൃശ്യ രൂപങ്ങളെക്കുറിച്ചും വളരെ ഇതായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ അങ്ങ് ഈ പറഞ്ഞ ഏഞ്ചൽസിന് പ്രത്യേകിച്ചൊരു വേൾഡ് ഉണ്ടോ? അതായത് നമ്മൾ സ്വർഗത്തിൽ നമ്മൾ കുറച്ച് നമ്മൾ സ്പിരിച്വലായിട്ടും അതായത് മൈത്തോളജി ഇതിലേക്ക് ആഡ് ചെയ്ത് നമുക്ക് ആ ഒരു വിഷ്വലൈസേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ അവർക്ക് റിയൽ ആയിരിക്കും. കാര്യം ഇപ്പം നമ്മൾ ഭൂമിയിൽ നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കൊരു സ്ഥലമുണ്ട്. അപ്പൊ ഈ കോടാനുകോടി നക്ഷത്രങ്ങളും ഈ സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ എനർജീസിനും സ്റ്റേ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു ഫോം ആണ്. ഇപ്പം നമ്മൾ മുസ്ലിം ഇത് പ്രകാരം ജിന്ന് എന്ന് പറയുന്നത് അവർക്ക് പ്രത്യേകമായിട്ട് ഒരു ലോകം ഉണ്ട്. അവിടെ നിന്ന് അവരിങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്ത് തരുന്നതാണ്. അതേപോലെ ഏഞ്ചൽസിനും പ്രത്യേകമായിട്ടുള്ള ഹയറാർക്കി ഉണ്ട്. അത് ഇവരെ ഓരോ റാങ്ക്സ് ആയിട്ട്. അതിൽ ആർക്കേഞ്ചലും ഗാർഡിയൻ ഏഞ്ചല് ഈ ടൈപ്പിൽ ഏഞ്ചൽസിന് മാത്രമേ മനുഷ്യരായിട്ട് ഇൻ്ററാക്ഷൻ ഉള്ളൂ. ബാക്കിയുള്ള ഏഞ്ചൽസിനൊന്നും മനുഷ്യരായിട്ട് ഇൻ്ററാക്ഷൻ ഇല്ല. അപ്പം നമ്മൾ ഈവൻ പ്രെയർ ചെയ്താൽ പോലും അവർക്ക് അതിൽ ഇടപെടാനുള്ള അനുവാദമില്ല. ആകെ അനുവാദമില്ലത് ആർക്കേഞ്ചൽസിനും ഗാർഡിയൻ ഏഞ്ചൽസിനും മാത്രമേ ഉള്ളൂ. അപ്പം ബാക്കിയുള്ള ഏഞ്ചൽസ് ഇവരെ സപ്പോർട്ട് ചെയ്യാന്നില്ല എന്നാണ് ടൈപ്പ്. അത് ഇപ്പോൾ നമ്മളിപ്പം കാണുന്ന കാർമേഘങ്ങൾ, വനങ്ങൾ, ഇങ്ങനെയുള്ള ഇതെല്ലാം ഓരോ സെറ്റപ്പാണ്. ഭൂമി കറങ്ങുന്നത്, പ്ലാനറ്റ്സ്, സണ്ണ്. അപ്പോൾ ഇതിനെല്ലാം സെറ്റപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പല എനർജീസ് ഉണ്ട്. നമ്മളും കാണുന്ന മൺസൂണ് കറക്റ്റ് സമയത്ത് വരുന്നു, അത് കഴിഞ്ഞ് ചൂട് വരുന്നു. അതന്നെ. അപ്പോൾ അതേപോലെ തന്നെ അപ്പോൾ ആ രീതിയിൽ വരുന്ന സമയത്ത് ഇവർക്ക് അങ്ങനെയെല്ലാം ചെയ്യാനുള്ള ഓരോ ഡ്യൂട്ടീസ് ഉണ്ട്. പിന്നെ കൺട്രീസ് പേരുകളായിട്ട് ഹൈയാർക്കിയിൽ ഓരോ പേരുണ്ട്. ചെറൂബിം, അങ്ങനെ പ്രിൻസിപ്പാലിറ്റീസ് എന്നെല്ലാം പറഞ്ഞിട്ട് പേരുകളുണ്ട്. അപ്പോൾ അവർ ഓരോ ഇതിലില്ലാണ്, വെർച്ചസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പേരുണ്ട്. അപ്പോൾ ഇവര് ഒന്നും ഇന്ററാക്ഷൻ ഇല്ല, ഇവർക്കൊന്നും മനുഷ്യരായിട്ട് ഇന്ററാക്ഷൻ. ശരിക്ക് ഈ ഇന്ററാക്ഷന്റെ കാര്യം വരുമ്പോൾ നമ്മൾ ഫോളൻ ഏഞ്ചൽസ് എന്ന് പറഞ്ഞൊരു ഇതിലേക്ക് വരാം. ആർക്കേഞ്ചൽസ് ആരൊക്കെയാണ്? അതുപോലെ തന്നെ ഗാർഡിയൻ ഏഞ്ചൽസ്, അവരുടെ പേരുകളും. ഗാർഡിയൻ ഏഞ്ചൽ എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ, നമ്മൾ ഇപ്പം ബൈബിൾ പ്രകാരം ആണെങ്കിൽ 2 ഗാർഡിയൻ ഏഞ്ചൽസ് നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ട്. ഇനിയിപ്പം മിസ്റ്റിക്കൽ ഇതായ ജൂദായിസത്തിലെ മിസ്റ്റിക്കൽ ഇതായ ആ ബുക്കിൽ പറയുന്നത് കബാല എന്ന് പറയുന്ന ഇതിൽ പറയുന്നത് ഒരു ഏഞ്ചൽ ഉണ്ടാവുന്നു. എനിവേ 1 ആയാലും 2 ആയാലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഗാർഡിയൻ ഏഞ്ചൽസ് ഉണ്ട് നമ്മുടെ കൂടെ.
അത് നമ്മൾ എപ്പോഴാണോ ജന്മം എടുക്കുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിൽ, ആ സമയം മുതൽ ഇത് നമ്മൾ അക്കമ്പനി ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലത് കാണുന്നില്ല, മിറാക്കിൾസ് സംഭവിക്കുന്നു, കുട്ടി രക്ഷപ്പെടുന്നു, ചിലത് അതേപോലെ മരിക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ് ഇവർക്ക് മെയിൻലി ഈ ഏഞ്ചൽസ്, നമ്മളിപ്പോൾ ചില ആൾക്കാർ ചോദിക്കും അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, കൊറോണ വന്ന സമയത്ത് ഇത്ര ആൾ മരിച്ചില്ല, അപ്പോൾ ഇവരെവിടെ പോയി എന്ന്. ശരിക്കും ഇതെല്ലാം ഒരു കൊറോണ വരിക, വെള്ളപ്പൊക്കം വരിക, ഇതെല്ലാം പ്രകൃതിൻ്റെ ഒരു ബാലൻസിങ് ടെക്നിക്കാണ്. അപ്പോൾ ഇതിനെ മറികടക്കാനുള്ള ഒരു സംവിധാനം ഇവർക്കില്ല. മാത്രമല്ല ഇതൊക്കെ ചെയ്യാനായിട്ട് അവർക്കും അതിൽ ആൾക്കാരുണ്ട്, ഇത് ചെയ്യാനായിട്ട് ഇവരെ കൂടെ തന്നെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർക്ക് ഇതിനെ ലോ, അതായത് വേൾഡിന് ഒരു ലോ ഉണ്ട്, യൂണിവേഴ്സൽ ലോ, ആ ലോനെ മറികടക്കാൻ ഇവർക്ക് സാധ്യമല്ല. അപ്പോൾ അതിൽ ഇത്ര ആൾ മരിക്കണം എന്നുണ്ടെങ്കിൽ അത് മരിച്ചേ പറ്റൂ. ഫ്രീ വില്ല് എന്ന് പറഞ്ഞാൽ എനിക്ക് സ്പിരിച്വൽ വർക്ക് ചെയ്ത് എൻ്റെ ഭാവിനെ മാറ്റാൻ പറ്റും. എനിക്കെന്നല്ല, സ്പിരിച്വൽ വർക്ക് ചെയ്ത് മനുഷ്യർക്ക് ഭാവിനെ മാറ്റാൻ പറ്റും. ഭാവിയിൽ എനിക്ക് ഇങ്ങനെ അനുഭവിക്കാനുണ്ട്, അതിന് ഞാൻ സ്പിരിച്വൽ വർക്ക് അല്ലെങ്കിൽ പൂജ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്ത് ഹോമം ഇതെല്ലാം ചെയ്ത് അതിനെ മാറ്റാനുള്ള സംവിധാനമുണ്ട് ഈ സ്പിരിച്വാലിറ്റിയിൽ. അത് മാറ്റാനുള്ള സംവിധാനം എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് എനിക്ക് ജീവിക്കാനുള്ള അവരിത് ഫ്രീ വില്ലാണ്. അത് മനുഷ്യന് മാത്രമേ ഉള്ളൂ, വേറെ ഒരു ഇതിനും ഫ്രീ വില്ലില്ല. നമ്മുടെ ഇഷ്ടമില്ല പോലെ നമുക്ക് കർമ്മ ചെയ്യാം. നാളെ നമുക്ക് നല്ല കർമ്മ വേണമെന്ന് ഇന്ന് നല്ല കർമ്മ ചെയ്താൽ നാളെ നമുക്ക് നല്ലത് കിട്ടും. അങ്ങനെ കർമ്മ ചെയ്യാനുള്ള ആ ഒരു ശക്തിയും കഴിവും മനുഷ്യന് മാത്രമേ ഉള്ളൂ. ഫ്രീ അതെ ഫ്രീ വില്ല് മനുഷ്യനേ ഉള്ളൂ. അപ്പോൾ ഈ ഫ്രീ വില്ലിൽ ഇപ്പം നിങ്ങൾ ഫ്രീ വില്ല് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാനില്ല. അതിൽ ഏഞ്ചൽസ് ഇടപെടില്ല. കാരണം നിങ്ങളെ ഇഷ്ടമാണല്ലോ നിങ്ങൾ സെലക്ട് ചെയ്ത്. ഇപ്പം ഏതൊരു സോളും ഭൂമിയിൽ ജന്മം എടുക്കുന്നതിന് മുന്നേ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഒരു സോൾ കോൺട്രാക്റ്റ് ഉണ്ടാക്കുമ്പോൾ എന്താ നമ്മൾ പറയുക, എൻ്റെ കർമ്മ റിലീസ് ചെയ്യാൻ ഞാൻ ഇന്ന പ്രോബ്ലങ്ങൾ അനുഭവിച്ച് റിലീസ് ചെയ്തോളാം. ഇപ്പം റിലേഷൻഷിപ്പ് ആയിരിക്കും, മണി ഇഷ്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ രോഗങ്ങളായിരിക്കും. പക്ഷെ നമ്മൾ ഇവിടെ എത്തി ഇവിടുത്തെ സുഖങ്ങളെല്ലാം കാണുമ്പോൾ നമ്മൾ മറ്റതങ്ങ് മറക്കും. അപ്പം നമുക്ക് പറയും ഇത് വേണ്ട. അങ്ങനെയുള്ള ഒരു ഇതിൽ നമുക്ക് അതിനും ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഫ്രീ വില്ലുണ്ട്. നമ്മൾ ഇത് മാറ്റാനില്ല പരിപാടികൾ ആസൂത്രണം ചെയ്യുക. അത് സ്പിരിച്വാലിറ്റി ലൈനിലെ ടെക്നിക്സും അവൈലബിൾ. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ഈ നാടകത്തിൽ ഒരു റോള് സംവിധായകൻ പറയുന്ന ഒരു ഭ്രാന്തന്റെ റോളുണ്ട്. അപ്പൊ നന്നായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ് പറയുന്നത് ഞാൻ അതെടുത്തോളാം, എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അഭിനയിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് റോളാണെന്നുള്ള പുള്ളിക്ക് മറന്നു ഭ്രാന്തനാണെന്ന് സ്വയം തീരും. അപ്പോൾ അതിനുശേഷം ഉണ്ടാക്കിയിരിക്കുന്ന കൊനഷ്ടകൾക്ക് പിന്നെ അയാൾക്ക് ബോധം വരുമ്പോഴേ ഇത് ഞാൻ ഇതൊക്കെ ചെയ്തു എന്ന് മനസ്സിലാക്കി ചിന്തിച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കി. അപ്പോൾ അവർ നമ്മൾ ഇവിടെ വന്ന് ഇതെല്ലാം ചെയ്ത് പിന്നീട് മുകളിലേക്ക് സോളായിട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാകും അയ്യോ ബാലൻസ് ആയി പോയല്ലോ എന്നില്ല. പക്ഷേങ്കിൽ ഇതിനെല്ലാം ഓവർകം ചെയ്യാനുള്ള സിസ്റ്റം ഇവിടെ തന്നെ ഉണ്ട്, നമുക്ക് അലൗ ചെയ്തിട്ടുണ്ട് സ്പിരിച്വാലിറ്റി. അതുകൊണ്ടാണ് സ്പിരിച്വാലിറ്റിയിലൂടെ മാത്രമേ നമുക്ക് ഇതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്താൻ പറ്റും. വേറൊരു സൊല്യൂഷൻസും നമുക്ക് ഭാവിനെ ചേഞ്ച് ചെയ്യാനുള്ള ഒരിതും ഇല്ല. കാരണം സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ജസ്റ്റ് അമ്പലങ്ങളിൽ പോയി ഭജന പാടുക ഇതൊന്നല്ല. സ്പിരിച്വാലിറ്റി കർമ്മയാണ്. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുക, ഇതെല്ലാമാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് സ്പിരിച്വാലിറ്റി ആൾക്കാർ ഒരു തെറ്റിദ്ധാരണ, അമ്പലങ്ങളിൽ പോയി രാവിലെ മുതൽ വൈകുന്നേരം പോയി ഭജനം പാടി കഴിഞ്ഞാൽ സ്പിരിച്വൽ ആയെന്ന്. പക്ഷേ ഇത് കഴിഞ്ഞ് നേരെ ഇറങ്ങിയിട്ട് ഒരാൾക്ക് ഒരു ഭക്ഷണം കൊടുക്കൂല, 5 പൈസ കൈകൊണ്ട് കൊടുക്കൂല. അതുകൊണ്ട് ഈ സ്പിരിച്വാലിറ്റിനെ കൊണ്ട് കാര്യമില്ല. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ചേഞ്ചാണ്. നമ്മൾ സാധാരണ അത് തന്നെ നമ്മുടെ സാധാരണ മനുഷ്യരിൽ നിന്ന് ഒരു സ്പെഷ്യലാകുക. അപ്പം നമ്മൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യലാണ് ഈ ആക്ച്വലി ഇതിൻ്റെ. അപ്പം നിങ്ങൾ ഇപ്പം പറഞ്ഞതുപോലെ മാനവസേവ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായി നമ്മുടെ ഫ്രീക്വൻസി ചേഞ്ച് ആവും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഏഞ്ചലിനെ വിളിച്ചാലും ഇല്ലെങ്കിൽ അവർ ഓൾറെഡി നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവും. കാരണം നിങ്ങൾ ചെയ്യുന്നത് ലോക ഉപകാരാർത്ഥമാണ്. അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യലാണ് അവർ ജോലി. അപ്പോൾ ചില ആൾക്കാരുണ്ടോ നിങ്ങൾ കാണുന്ന ഒരു ഏഞ്ചലിനെ വിളിക്കാനോ അറിയാത്ത ആൾക്കാരുണ്ടോ, എന്നിരുന്നാൽ അവർക്ക് കാര്യങ്ങൾ നടക്കുന്നില്ല. അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഈ ഏഞ്ചൽസ് എപ്പോഴും ഉണ്ടാവും.